പോകുന്നത് 15ാമത്തെ പാഠഭാഗമായ എൻ്റെ ഭാഷ എന്ന കവിതയെക്കുറിച്ചാണ്. എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ. അപ്പോൾ നമുക്ക് ഈ കവിതയിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ പൊന്നാനി താലൂക്കിൽ മംഗലം അംശത്തിലുള്ള വള്ളത്തോൾ തറവാട്ടിലാണ് ജനിച്ചത്. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കഥകളിയുടെയും സമുദ്ധാരകൻ എന്ന നിലക്കും ലോകം പ്രസിദ്ധ നേടി. സാഹിത്യമഞ്ജരി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിക്ഷണം മകനും അച്ഛനും മകളും തുടങ്ങി ഒട്ടേറെ പ്രധാന കൃതികൾ അദ്ദേഹത്തിനായി ഉണ്ട്. സാഹിത്യമഞ്ജരി 7ാം ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എൻ്റെ ഭാഷ എന്ന കവി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 1958 വള്ളത്തോൾ അന്തരിച്ചു. ഈ കവിതയുടെ അർത്ഥങ്ങളിലേക്ക് ഒന്ന് പോകാം നമുക്ക്. ഇളം കുഞ്ഞുങ്ങളുടെ കൊഞ്ചുന്ന ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം അലിഞ്ഞു ചേർന്ന രണ്ടക്ഷരമുണ്ട്, അമ്മ. അമ്മിഞ്ഞ പാലുപോലെ മാതൃഭാഷയിൽ നിന്ന് ഊറി വരുന്ന ശബ്ദമാണിത്. പെറ്റമ്മയെ പോലെയാണ് മാതൃഭാഷ. മറ്റു ഭാഷകൾ മനുഷ്യന് പോറ്റമ്മമാർ മാത്രമാണ്. അമ്മയുടെ വാത്സല്യ പാലുണ്ടാലേ കുഞ്ഞിനു വേണ്ട വളർച്ച ഉണ്ടാകൂ. ഏത് വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും അത് ഉള്ളിൽ കൊള്ളണമെങ്കിൽ മാതൃഭാഷയിലൂടെ കേൾക്കണം. സ്വന്തം ഭാഷയ്ക്ക് ശക്തിയും പ്രസിദ്ധിയും പ്രചാരവും ഇല്ലെങ്കിൽ ആ ഭാഷയുടെ ഉടമകൾക്കും മനോവികാസവും പ്രസിദ്ധിയും ഉണ്ടാവില്ല. ദേവഭാഷയായ സംസ്കൃതം പണ്ടേ മലയാളത്തിൻ്റെ തോഴിയാണ്. ദ്വീപാന്തരങ്ങളിൽ പോയി വിദ്യാഭ്യാസം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് കവിതയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് കവിതയെക്കുറിച്ചാണ്. ദേവഭാഷയായ സംസ്കൃതം പണ്ടേ മലയാളത്തിൻ്റെ തോഴിയാണ്. ദ്വീപാന്തരങ്ങളിൽ പോയി വിദ്യാഭ്യാസം നടത്തിയ ധാരാളം സന്താനങ്ങൾ ഈ നാടിനുണ്ട്. മലയാളം അത്ര ദാരിദ്ര്യമൊന്നുമല്ല. അന്യഭാഷകൾ പഠിച്ചു നേടിയ വിജ്ഞാന സമ്പത്തെല്ലാം മാതൃഭാഷയ്ക്കു സമർപ്പിക്കുവാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവർക്ക് ധന്യതയ്ക്ക് അവകാശമില്ല. അവരുടെ അധ്വാനം വെറുതെയാണ്. മനസ്സിലായല്ലോ? പാരായണത്തിനു വേണ്ടത്ര സദ്ഗ്രന്ഥങ്ങൾ ഇല്ലാഞ്ഞു ദുഃഖിക്കുന്ന ഭാഷയാണ് ഇന്നു മലയാളം. ഇതെത്ര ലജ്ജാവഹവും ദുഃഖപ്രദവുമാണ്. നിങ്ങൾ പുത്രൻ്റെ ധർമ്മമെന്നും പുത്രരോടുള്ള ധർമ്മമെന്നും, അതാണ് പുത്രധർമ്മങ്ങൾ എന്ന് പറയുന്നത്, മറന്നു പോകരുത്. മാതൃഭാഷയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആധിപത്യത്തിനും നിങ്ങൾ അർഹരല്ല. മനസ്സിലായല്ലോ? 1927 കവിതയുടെ രചന. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം. വിദേശ വസ്ത്ര ബഹിഷ്കരണവും സ്വദേശി പ്രസ്ഥാനവും അന്നു നാട്ടിൽ ആരംഭിച്ചിരുന്നു. മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം കൊണ്ടേ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനും നിലനിർത്താനും പറ്റൂ എന്നാവാം കവി വിവക്ഷിച്ചിട്ടുള്ളത്. സ്വന്തം ഭാഷയുടെ കാൽക്കൽ കുനിയുന്നവനെ തല ഉയർത്തി നടക്കാനാവും. അതുകൊണ്ട് ബുദ്ധിമാന്മാരായ നിങ്ങൾ സ്വന്തം ഭാഷയുടെ തറവാട്ട് സ്വത്ത്
വർദ്ധിപ്പിക്കാൻ നോക്കൂ. മടി ഉപേക്ഷിക്കൂ. ഭാഷയുടെ ഉയർച്ചയ്ക്കു വേണ്ടി വിയർപ്പൊഴുക്കൂ. ഏറെ പറയുന്നതെന്തിന്? മലയാളത്തിൻ്റെ മുറ്റത്ത് പണ്ഡിത ഭിക്ഷയ്ക്കു വേണ്ടി വരുന്നവർക്ക് അവരുടെ ഭാണ്ഡം നിറച്ചു മടങ്ങാൻ പറ്റണം. ധാരാളം കൊടുത്തു ശീലമുള്ളവരാണല്ലോ കേരളീയർ, അല്ലേ? ഈ കവിത 1927 എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ മാതൃഭാഷയിലൂടെ ഉള്ള വിദ്യാഭ്യാസം നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് നിലനിർത്താനായിട്ട് പറ്റും എന്നാണ് കവി ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാള ഭാഷയുടെ മർമ്മത്തെ സ്പർശിച്ചുകൊണ്ടുള്ള വർണ്ണനകളാണ് ഈ കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നത്. മനസ്സിലായല്ലോ? പിന്നെ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മടി ഉപേക്ഷിക്കൂ, ഭാഷയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കൂ. ആ വാക്ക് അർത്ഥമാണ് ഈ കവിതയിലൂടെ നമുക്ക് കവി മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയിലൂടെ കവി വ്യക്തമാക്കി തരുന്നത്. ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഈ കവിതയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവതാരണ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവതാരണ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അമ്മതൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് മൃദുതായി തോന്നും എന്നതുകൊണ്ട് കവി സൂചിപ്പിക്കുന്നത് മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ്? ബോധനശേഷി. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഏതെല്ലാം? ഏതാണ്? വേദങ്ങളും ശാസ്ത്രങ്ങളും കാവ്യങ്ങളും ഹൃദയത്തിൽ പതിയണമെങ്കിൽ മാതൃഭാഷയിലൂടെ തന്നെ കേൾക്കണം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മലയാളത്തിന് അജ്ഞയിൽ നിന്നു മുക്തി ലഭിക്കുവാൻ കവി നിർദ്ദേശിക്കുന്ന വഴി എന്ത്? പലതരത്തിലുള്ള ചിന്താവിഷയങ്ങൾ കൊണ്ട് പോഷിപ്പിച്ചാലേ മലയാളത്തിന് അജ്ഞതയിൽ നിന്ന് മുക്തി ലഭിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കുചേല കുടുംബിനി വിഗ്രഹിക്കേണ്ടതെങ്ങനെ? കുചേലൻ്റെ കുടുംബിനി. ആൻസർ കുചേലൻ്റെ കുടുംബിനി. അഞ്ചാമത്തെ ചോദ്യം, മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായെങ്കിൽ ആധിപത്യത്തിനർഹർ നിങ്ങൾ. ഇവിടെ ആധിപത്യം എന്നതിന് കവി ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം എന്താണ്? ഭാഷയിലുള്ള ഉയർച്ച, സേവന മഹത്വം, സ്വദേശിപത്യം, നേതൃത്വം. ഇതിലേതാണ് അതിൻ്റെ ഉത്തരം? സ്വദേശാധിപത്യം എന്നാണ് ഇതിൻ്റെ ഉത്തരം. സോറി, തെറ്റിപ്പോയതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആറാമത്തത്, ആലസ്യത്തിനു നിവാപാമ്പു നൽകുവിൻ എന്ന പ്രയോഗം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം, ആലസ്യത്തെ മരിപ്പിക്കുക, ആലസ്യത്തെ ഈ ലോകത്തു നിന്ന് ഒഴിവാക്കുക. ഇതാണ് അതിൻ്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആലസ്യത്തിന് നിവാപാമ്പു നൽകേണ്ടത് എങ്ങനെ? അത്യധ്വാനത്താൽ നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പ് കൊണ്ടാണ് ആലസ്യത്തിന് നിവാപാമ്പു നൽകേണ്ടത്. മനസ്സിലായല്ലോ? ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളീയർ എന്തിനാണ് പണ്ടേ പ്രസിദ്ധി നേടിയിട്ടുള്ളത്?
ഔദാര്യശീലത്തിന് കേരളീയർ പണ്ടേ കേൾവി കേട്ടവരാണ്. അടുത്ത ചോദ്യം, ഭാഷയ്ക്കു കവി ഇന്നു കാണുന്ന ദാരിദ്ര്യമെന്ത്? 9ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം, മലയാളികൾക്കു വായിക്കാൻ വേണ്ടത്ര വിജ്ഞാനപ്രദങ്ങളായ പുസ്തകങ്ങളിലൊന്നും മലയാളത്തിൽ ബാല്യസാഹിത്യം കുറവാണെന്നും കവിയുടെ വാക്കുകളെ വ്യാഖ്യാനിക്കാം, രണ്ടായാലും ഗ്രന്ഥദാരിദ്ര്യം എന്ന് പൊതുവെ പറയാം. ഇതാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? ഇനി 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദീപാന്തരങ്ങളിൽ നിന്നു വിദ്യാധനം നേടിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദേശങ്ങളിൽ തൊഴിലന്വേഷിച്ചു പോയി താമസിക്കുന്ന അഭ്യസ്ത വിദ്യരെയും വിദേശ ഭാഷകൾ പഠിച്ചവരെയുമാണ് ദീപാന്തരങ്ങളിൽ നിന്ന് വിദ്യാധനം നേടിയവർ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ബുദ്ധിയുള്ളവർ ഏതു തറവാട്ടിലെ സ്വത്താണ് വളർത്തേണ്ടത്? ബുദ്ധിയുള്ളവർ സ്വഭാഷ തറവാട്ടിൻ്റെ സ്വത്ത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇനി നമുക്ക് അടുത്ത ചോദ്യം, അപഗ്രന്ഥന ചോദ്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് അവതാരണ ചോദ്യങ്ങളാണ്. ഇനി അപഗ്രന്ഥന ചോദ്യങ്ങളൊന്നും കൂടി നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മാതൃഭാഷയ്ക്കും മാതാവിനും ഏതെല്ലാം കാര്യങ്ങളിലാണ് സമാനതയുള്ളത്? ഒന്നാമത്തേൻ്റെ ആൻസർ, അമ്മ കൊടുക്കുന്ന അമ്മിഞ്ഞ പാലോടൊപ്പം മാതൃഭാഷയിലുള്ള അമ്മ എന്ന ശബ്ദവും സമ്മേളിക്കുന്നു. അമ്മയുടെ വാത്സല്യ ദുഗ്ധം കൊണ്ടേ കുഞ്ഞു വളരും. അമ്മ തന്നെ പകർന്നു തരുമ്പോഴേ അമൃതിനും അതിൻ്റെ മാധുര്യമുണ്ടാവും. അതുപോലെ ഏതു വേദവും ശാസ്ത്രവും കാവ്യവും ഹൃദയത്തിൽ പതിയണമെങ്കിൽ മാതൃഭാഷയിലൂടെ കേൾക്കണം. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം, മലയാള ഭാഷ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്? എന്തെല്ലാം നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദിമകാവ്യമായ രാമായണം, പഞ്ചമവേദമായ മഹാഭാരതം, ചാണക്യസൂത്രമെന്ന നീതിപ്പൊരുൾ, ചിന്താരത്നം തുടങ്ങിയ ഉപനിഷാത്സാരങ്ങൾ എന്നിവയെല്ലാം മലയാള ഭാഷയിൽ ആവിഷ്കൃതമായിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഭാഷയെ അഭിവൃദ്ധിപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളാണ് വള്ളത്തോൾ നിർദ്ദേശിക്കുന്നത്? എന്തെല്ലാമാണ്? മലയാള ഭാഷയെ അഭിവൃദ്ധിപ്പെടുത്താൻ പ്രധാനമായും കവി നിർദ്ദേശിക്കുന്നത് അതിൻ്റെ സഹജമായ ഗുണങ്ങളും സംസ്കൃതം, തമിഴ് എന്നിവയുടെ സംബന്ധം കൊണ്ട് ആർജിക്കാൻ സാധിച്ച അഭിമാനവും ഉൾക്കൊള്ളുക എന്നതാണ്. പിന്നെ പ്രധാനമായും വേണ്ടത് വിഭിന്ന ഭാഷകളിലുള്ള വിജ്ഞാനത്തെ നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഭിന്ന ചിന്തകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉന്നതിക്ക് ആവശ്യമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതിനുവേണ്ടി മാതൃഭാഷാ സേവനം ചെയ്യാൻ കവി മലയാളികളെ ഉദ്ബോധിക്കുന്നുമുണ്ട്. മാതൃഭാഷാ തറവാട്ടിൻ്റെ സ്വത്ത് വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും കവി സൂചിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഭാഷയെ അഭിവൃദ്ധിപ്പെടുത്താൻ വള്ളത്തോൾ നിർദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി 4ാമത്തെ നമുക്ക് ചോദ്യം നോക്ക്, ചേരുംപടി ചേർക്കലാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ളത് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റു ഭാഷകൾ ധാത്രിമാർ, സ്വഭാഷീകരം ഉൾത്തേൻ, സ്വഭാഷീകരം അതിൻ്റെ ഉത്തരം ഉൾത്തേനാണ്. ആദിമകാവ്യം അതിൻ്റെ ഉത്തരം രാമായണം, പഞ്ചമവേദം മഹാഭാരതം, കേരളീയ ഔദ്യോശീലം, ഇതാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? അപ്പോൾ എൻ്റെ ഭാഷ എന്ന കവിതയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കവിതയിൽ കുറിച്ച് നമ്മൾ
എന്തൊക്കെയാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത്, അമ്മ എന്ന വാക്കിനെ കുറിച്ച് കവി അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൽ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇപ്പോൾ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ, പാഠഭാഗത്തെക്കുറിച്ച് പറഞ്ഞ അർത്ഥങ്ങളൊക്കെ നന്നായിട്ട് കേട്ട് പഠിക്കുക. അതുപോലെ തന്നെ അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു. അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതാണ് നമ്മളിന്ന് എൻ്റെ ഭാഷ എന്ന കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 16-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു ആത്മകഥയാണ്. കണ്ണീരും കിനാവും എന്നൊരു ആത്മകഥയാണ്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി.ടി. ഭട്ടതിരിപ്പാട് സ്വന്തം സമുദായത്തിൽ തന്നെ ആചാരം ശീലിച്ചു വളർന്നതുകൊണ്ട് അദ്ദേഹം പരിഷ്കൃത വിദ്യാഭ്യാസം വൈകിയാണ് ലഭിച്ചത്. വെള്ളിത്തിരുത്തി താഴ്ത്ത് രാമൻ ഭട്ടതിരിപ്പാട് 1896 മാർച്ച് മാസം 26-ാം തീയതി തൃത്താലയ്ക്കടുത്ത് മേഴത്തൂർ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. സ്വന്തം സമുദായത്തിലെ ആചാരങ്ങൾ ശീലിച്ചു വളർന്നതുകൊണ്ട് പരിഷ്കൃത വിദ്യാഭ്യാസം വൈകിയേ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. അതും വേണ്ടത്ര കിട്ടിയിട്ടില്ല. വളരെ ചെറുപ്പത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നിശ്ചിതമായി വിമർശിച്ചു. ആയത്തോച്ചാടനം, മിശ്രവിവാഹം, യുക്തിവാദം, വിധവാവിഹം എന്നീ പ്രസ്ഥാനങ്ങൾക്കു നേതൃത്വം കൊടുത്തു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഒട്ടേറെ കോളിളക്കം സൃഷ്ടിച്ചു. ഇനി നമുക്ക് അമ്പലങ്ങൾക്കു തീ കൊളുത്തുക എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചതിനു കൊച്ചി മഹാരാജാവ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. 1982 ഫെബ്രുവരി 12-ാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത്. കണ്ണീരും കിനാവും, കർമ്മ വിഭാഗം, വി.ടി.യുടെ ജീവിത സ്മരണകൾ, വെടിവട്ടം, കാലത്തിൻ്റെ സാക്ഷി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, രജനീരംഗം, പോംവഴി, എൻ്റെ മണ്ണ് എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. മനസ്സിലായല്ലോ? കാവ്യഭംഗി കലർന്ന തനിമയുള്ള ഭാഷയാണ് വി.ടിയുടേത്. അക്ഷരത്തിൻ്റെ കൈത്തിരി കയ്യിൽ കിട്ടിയത് മീശ കുരുത്ത പ്രായത്തിലാണെങ്കിലും ആശയസൗഷ്ഠവം കൊണ്ടും ഭാഷാ സൗന്ദര്യം കൊണ്ടും പ്രജ്വലിക്കുന്ന പന്തങ്ങളാക്കി അതിനെ വികസിപ്പിക്കുവാൻ വി.ടിക്ക് കഴിഞ്ഞു. മലയാളം പഠിക്കുന്ന ആർക്കും വി.ടിയുടെ ഭാഷാശൈലിയെ ഒഴിച്ചു നിർത്താനാവില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെന്ന് നമുക്ക് മനസ്സിലായി. കണ്ണീരും കിനാവും എന്ന പാഠഭാഗത്തിലെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം, അല്ലേ? ഈ ഒരു ആത്മകഥയിലൂടെ നമുക്ക് വി.ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്.
എന്ത് പറഞ്ഞു തരുന്നു? വീട്ടി ഭട്ടതിരിപ്പാട് കൊഞ്ഞനം കുത്തിയിട്ടുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത് ഇതിൽ. അത് നമ്മൾ മനസ്സിലായില്ലേ? മറ്റ് സുഹൃത്തുക്കൾ ഇല്ലാത്തതിനാൽ വീട്ടിലുണ്ടായിരുന്ന പൂച്ചക്കുട്ടിയെയാണ് അനിയത്തി എന്ന് വിളിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇല്ലങ്ങളിലുണ്ടായിരുന്ന പല കാര്യങ്ങളും എന്താ പറയുക, വീട്ടി ഭട്ടതിരിപ്പാട് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ആത്മകഥയിലൂടെ ഈ കവി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അപഗ്രന്ഥന ചോദ്യങ്ങളും അവതാരണ ചോദ്യങ്ങളും ഒന്ന് നമുക്ക് നോക്കാം. ഒരു അപഗ്രന്ഥന ചോദ്യങ്ങൾ ഒരു 8 എണ്ണം, അതിൻ്റെ ശേഷം അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് അപഗ്രന്ഥന ചോദ്യങ്ങളൊന്ന് നോക്കാം. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നന്നായിട്ട് വായിച്ച് നോക്കണം. അതുപോലെ തന്നെ അവതാരണ ചോദ്യങ്ങളും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പുളിയേർക്കമുണ്ടും പൊന്നേലസും പൂമുള്ളി പിറന്നവർക്കേ പാടുള്ളൂ എന്നായിരുന്നു എൻ്റെ ധാരണ. ഈ വാക്യത്തിൻ്റെ ധ്വനി എന്തായിരുന്നു? സമ്പത്തിൻ്റെ പ്രൗഢി അന്ന് പൂമുള്ളി മനയ്ക്കലുള്ള വരെ പോലെ ചിലരെ അനുഭവിച്ചിരുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം കണ്ടല്ലോ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്തെന്ന് നോക്കാം. ലൗകികവും വൈദികവും തമ്മിൽ സാഹോദര്യത്തോടെ വർത്തിച്ചിരുന്ന ജീവിത രീതി. അതാണ് നമ്പൂതിരി ഗൃഹങ്ങൾക്കുള്ള സവിശേഷത എന്ത് എന്നതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, അച്ഛൻ്റെ മർദ്ദനത്തിൻ്റെ തീവ്രത വീട്ടിൽ ചിത്രീകരിക്കുന്നത് എങ്ങനെയായിരുന്നു? അച്ഛന് ദേഷ്യം കയറിയാൽ ഇന്നതേ ചെയ്യൂ എന്നതില്ല. 5-8 പുളിവാറൽ മുറിയും വരെ പ്രഹരിക്കും. കഴുത്തു മുതൽ കണങ്കാൽ വരെ ചോര കക്കി തടിച്ചു വീർത്ത നിരവധി വടിപ്പാട്ടുകളോടെ തേവാരക്കെട്ടിൽ നിന്ന് പിളുത്തി കരഞ്ഞുകൊണ്ട് വാടി തളർന്നു വരുന്ന എന്നെ കണ്ട് നാലിയറത്തെ തൂണിനുകൂടി അലിവ് തോന്നിയിരിക്കണം. അത്ര ഭയങ്കരമായിരുന്നു അച്ഛൻ്റെ മർദ്ദന സ്വഭാവം. മനസ്സിലായല്ലോ? അപ്പോൾ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വെളുക്കാൻ തേച്ചത് പാണ്ടാവുക എന്ന ശൈലി കൊണ്ട് വീട്ടിൽ സമർത്ഥിക്കുന്ന സംഗതി എന്തായിരുന്നു? നന്നാവാൻ ഉദ്ദേശിച്ചത് കുട്ടികളെ അമിതമായി മർദ്ദിച്ചാൽ അതുകൊണ്ട് ദോഷമാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നാവാൻ ഉദ്ദേശിച്ചത് കുട്ടികളെ അമിതമായി മർദ്ദിച്ചാൽ അതുകൊണ്ട് ദോഷമാണ് ഉണ്ടാവുക. അതാണ് വീട്ടിൽ പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അച്ഛനോടുള്ള പ്രതികാരവേഷം വീട്ടിൽ എങ്ങനെയാണ് പ്രകടമാക്കിയിരുന്നത്? എങ്ങനെയായിരുന്നു? മറ്റാരും കാണാതെ കൊഞ്ഞനും കുത്തിയും ചക്ക കാട്ടുകയും ചെയ്യും. അച്ഛൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ, ഈശ്വര, അച്ഛൻ ഇനി ഒരിക്കലും മടങ്ങി വരരുതേ, വല്ല പിശാചും വഴിയിൽ വെച്ച് കടിച്ചു തിന്നണേ എന്ന് പ്രാർത്ഥിക്കും. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിലാണ് വീട്ടിക്ക് കിട്ടിയ പ്രഹരത്തിൻ്റെ ഓർമ്മ കൂടുതൽ ധ്വനിപ്പിക്കുന്നത്? ഏതാണ്? അന്നത്തെ വടിപ്പാടുകൾ ഇന്നും ഹൃദയത്തിൽ വടുകെട്ടി കിടപ്പുണ്ട്. അതാണ് അതിൻ്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയും ഈ പതിവ് മൂട്ടിച്ചിരുന്നില്ല. ഏതു പതിവ്?
ഭർത്താവ് ഉണ്ട ഇലയിൽ ഭക്ഷിക്കുക. അതാണ് അതിൻ്റെ ഉത്തരം. സ്വന്തം സമുദായ സ്ഥിതിയുടെ നേർക്ക് 50 വർഷത്തിനു ശേഷവും വീട്ടിക്ക് ഈർഷ്യ തോന്നാൻ കാരണമെന്ത്? പാവപ്പെട്ടവരുടെ ദുഃഖത്തിന് 50 വർഷങ്ങൾക്കു ശേഷവും പൂർണ്ണമായ മാറ്റം വന്നു കഴിഞ്ഞിരുന്നില്ല. അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് മനോഹരമായ ബാല്യത്തെ പറ്റി വീട്ടിക്കുള്ള സങ്കല്പങ്ങൾ എന്തെല്ലാമായിരുന്നു? അമ്മ മടിയിലിരുത്തി ഓമനിക്കുക, അത്താഴം ഊട്ടി പൂനിലാവിൽ കൊണ്ട് നടന്ന് താരാട്ടുപാടി ഉറക്കുക, രുചികരമായ ആഹാര പദാർത്ഥങ്ങൾ ഇഷ്ടം പോലെ നൽകുക, തളയും വളയുമണിഞ്ഞ് തുള്ളിച്ചാടി നടന്ന് മറ്റുള്ളവരെ രസിപ്പിക്കുക. അതൊക്കെയാണ് അതിൻ്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ. നിസ്സാരങ്ങളും നിശ്ചിതങ്ങളുമായ നിരൂപണങ്ങൾക്കിടം കൊടുത്തിരുന്ന സംഭവങ്ങൾ ഏവ? എന്തായിരുന്നു? തേച്ചു കമഴ്ത്തി പാത്രത്തിന്മേൽ വറ്റു കണ്ടെത്തിയത്, അബദ്ധത്തിന് അടിച്ചു വാരുന്ന ചൂലിർക്കിളിൽ ചവിട്ടിപ്പോയത്, പഴുതി നോക്കി വടക്കിനിയിൽ കിടന്ന് ഔപാസന കുണ്ഡത്തിൽ ശ്വാവു വിസർജിച്ച് ബലിശുദ്ധം മാറിയതറിയാതെ ശ്രദ്ധാമൂട്ടിപ്പോയത് എന്നിവയായിരുന്നു നിരൂപണ വിഷയങ്ങൾ. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ അപഗ്രഥന ചോദ്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് അവതാരണ ചോദ്യങ്ങളും കൂടി നോക്കിയാലോ? ഈ കഥയിൽ പറയുന്നത്, വി.ടി. ഭട്ടതിരിപ്പാട് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളിപ്പോൾ പഠിച്ചത് ഏതൊക്കെയാണെന്ന് നോക്കി. വീട്ടിയുടെ വേദന കലർന്ന ബാല്യസ്മരണകൾ, അവയിലൂടെ തെളിയുന്ന അന്നത്തെ ഇല്ലങ്ങളിലെ അന്തരീക്ഷം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും, പിന്നെ അതുപോലെ തന്നെ ആത്മകഥ എന്ന സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ പഠിച്ചു. കുട്ടികളെ കടുത്ത ശിക്ഷയ്ക്ക് ഇരയാക്കുന്നത് സംബന്ധിച്ച വീണ്ടും വിചാരങ്ങൾ നമ്മൾ നോക്കി. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു. ഇനിയും ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളത് പാഠഭാഗം വായിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക.